സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നായ വർക്കലയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. Oh my God! രാവിലെ ഞാൻ എണീറ്റ് വന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വർക്കലയ്ക്കാണ്. എനിക്കൊരു ഒഴിവ് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് വർക്കല. ഇപ്രാവശ്യവും വർക്കല തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് മൂന്നാറാണ്. മൂന്നാറിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, മഴ ആയതുകൊണ്ട് മൂന്നാർ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് വർക്കുണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. തലശ്ശേരിയിൽ നിന്ന് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ ചെറുതായിട്ട് മഴ തൊള്ളുന്നുണ്ട്. അപ്പോൾ മഴയത്ത് വർക്കല എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് നോക്കാം. അങ്ങനെ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയാണ് പുറത്ത്. എങ്ങനെ പോകുന്നൊരു ഐഡിയ ഇല്ല. തലശ്ശേരിക്കുള്ള ബസ് നോക്കി കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ നിന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും തലശ്ശേരിയിലേക്കുള്ള ബസ് എത്തിപ്പോയി. ഞാനങ്ങനെ തലശ്ശേരി എത്തി. ഇത് തലശ്ശേരി കോഴിക്കോട് ഹൈവേ ആണ്. കോഴിക്കോട് മാഹി, അതായത് ചോനാട് ബൈപ്പാസ് എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ബസ് വരുന്നത്. ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിലാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. 8:10 നമ്മുടെ ബസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ബസ് വരുന്നവരെ പോസ്റ്റായിട്ട് ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ അവസാനം നമ്മൾ വർക്കലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ബസ് കാത്തു നിന്നു. ബസ് വന്നപ്പോൾ 8:15. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ് ആറ്റിങ്ങലിൽ വരേണ്ടത് 6:30 തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ 6:30 പക്ഷേ ചാലക്കുടി തൃശ്ശൂർ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2.5 മണിക്കൂർ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ബസ് ഇവിടെ എത്തിയത് 10 മണിക്കാണ്. ഞാൻ ആറ്റിങ്ങലിൽ നിന്നൊരു ബസ് പിടിച്ച് നേരെ വർക്കല എത്തിയപ്പം സമയം 11:23. ഏകദേശം 14 മണിക്കൂറാണ് വർക്കിലെത്താൻ വേണ്ടി ശരിക്കും ആയത്. അപ്പോൾ ഇനി നേരെ ഹോസ്റ്റലിലേക്ക് പോകണം. ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. വർക്കല ക്ലിഫിലേക്കാണ്. ഇപ്പം ഞാനിവിടെ വർക്കല ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ് വർക്കല നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലിലേക്കുള്ളത്. അപ്പോൾ നേരെ ഹോസ്റ്റലിലേക്ക് പോകാം. ഞാൻ നന്നായിട്ട് മടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വർക്കല ക്ഷേത്രത്തിനടുത്തൊരു കുളമൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിൽക്കാൻ അധികം സമയമില്ല. വിശക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പോകണം. ശരിക്കും വർക്കല ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല. വർക്കല ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫിഷിൻ്റെ രൂപത്തിലൊരു ബോട്ടിൽസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ കുറേ കാക്കകളും അതുപോലെ തന്നെ കുറേ മനുഷ്യരൊക്കെ ഇരിക്കുന്നു. ബലിയിടാൻ വന്ന ആളുകളൊക്കെയാണ്. തീർത്ഥാടകരായ വിശ്വാസികളാണ്. നമുക്ക് ഈ വഴി നടന്നിട്ട് വേണം ക്ലിഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ടൂറിസ്റ്റുകളൊക്കെ നല്ല കുറവാണ് ഇപ്പോൾ വർക്കല. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്. ബീച്ച് നല്ല റഫാണ്. അതുകൊണ്ട് തന്നെ ഇവർ വേലി കെട്ടിയിട്ടുണ്ട് കയറ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. സോ ഈ വഴിയാണ് ക്ലിഫിലേക്ക് നടന്നുകൊണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിഫിലേക്ക് എത്തും. കയറ്റ് കയറി എൻ്റെ ഇടപാട് തീർന്നു. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ ഒരു വ്യൂ ഉണ്ട് കണ്ടോ. ഒട്ടും എന്താ പറയുക, ശാന്തമല്ല ബീച്ച്. നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോപ്പ് ഹോസ്റ്റൽസ് എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് ആളുകൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിപ്പുണ്ട്. സമയം ഏകദേശം 12 മണിയായി. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ചെക്ക് ഇൻ. സോ ഇതാണ് ഞാൻ താമസിക്കുന്ന 6 ബെഡ് മിക്സ്ഡ് ഷെയറിംഗ് റൂം. ഇവിടെ ബാഗ് വെച്ചിട്ട് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. നല്ലൊരു വൈബുള്ളൊരു എസ്തെറ്റിക് വൈബുള്ളൊരു ഹോസ്റ്റലാണിത്. ഇവിടെ വേണമെങ്കിൽ കഫറ്റേരിയയിൽ പോയി നമുക്ക് കാപ്പി കുടിക്കാം. അതല്ലെങ്കിൽ ഇവിടെ റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ വന്നിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. നല്ലപോലെ വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. സോ ഫുഡ് ഇതുണ്ട്. ഇവിടെ ഒരു സ്കൂട്ടർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഹോപ്പ് ഹോസ്റ്റൽസ്, യോഗ, കഫേ, ബൈക്ക് റെൻറ്റ്, സർഫ്. ഇവിടെ ബൈക്ക് റെൻ്റൽസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. നല്ല ഡിസൈൻസിൽ ഇവരിവിടെ കുറേ ആർട്ട് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളെല്ലാം ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് നേരത്തെ വന്നപ്പോൾ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കയറാത്ത റെസ്റ്റോറൻറ്റിൽ കയറണം. ഇവിടെ കണ്ടോ ഇവർ ഫിഷൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ഞാനിങ്ങനെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ കഫേ 360 എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ കയറിയതാണ്. അങ്ങനെ നമ്മൾ സൗത്ത് ക്ലിഫിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ട്രാക്ടോറിയാസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ജർമ്മൻ ബേക്കറി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യൻ വേണം, നമുക്ക് ഇംഗ്ലീഷ് തന്നെ തുടങ്ങിയേക്കാം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. നല്ല കാറ്റുണ്ട്, പക്ഷേ നല്ല ചൂടാണ്. ഇത് മഴയില്ലെങ്കിലും മൂടി നിൽക്കുന്നൊരു അന്തരീക്ഷമാണെങ്കിലും ചൂട് നല്ലോണം ഉണ്ട്. ഞാൻ ആകെ വേർത്ത് അവിടുന്ന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് നല്ലപോലെ വേർത്തു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതിയെ അങ്ങനെ നമ്മുടെ ചായ എത്തിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ കൊണ്ടു തന്നു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്. ഞാൻ ചായ കുടിച്ചിട്ടിരിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ. നല്ല ചായ, മസാല ചായയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് പുറകെയായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് തന്നു. എന്താ ഉള്ള എല്ലാം ഞാൻ പോയി ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും പല രീതിയിലുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതായത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, ഒരു എഗ്ഗ് ഉണ്ട്, ഫ്രൈഡ് എഗ്ഗ് ഉണ്ട്, കുറച്ച് പൊട്ടറ്റോ സ്ക്രാമ്പിൾഡ് ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ആണെന്ന് തോന്നുന്നു, ചിക്കനുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഈ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഈ ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ ചായ കുടിച്ച് കടലിലേക്കൊക്കെ നോക്കിയിരുന്നു. നല്ലൊരു വൈബായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ വർക്കല വരാറുണ്ട്. ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ മാസങ്ങളാണ് വർക്കല വിസിറ്റ് ചെയ്യാൻ പറ്റിയുള്ള അനുയോജ്യമായ സമയം. കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് വർക്കല. ഇത് എന്നെ സംബന്ധിച്ച് 2 ദിവസം നമ്മുടെ വർക്കിൻ്റെ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി 2 ദിവസം പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. മൂന്നാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വർക്കല അല്ലെങ്കിൽ കോവളം, ട്രിവാൻഡ്രം ഒക്കെ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിക്കാം. ഞാനങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. ഇന്ന് മഴയില്ലാത്തത് നല്ല ഭാഗ്യമായി. കാരണം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ച് നല്ല മഴയായിരിക്കും, എന്ത് ചെയ്യും, വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി. പിന്നെ ഇനി സ്കൂട്ടർ റെൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ സ്കൂട്ടർ റെൻ്റ് എടുത്ത ഒരാളുണ്ടായിരുന്നു. അപ്പം ആളുടെ അടുത്ത് ഒന്ന് വിളിച്ച് സ്കൂട്ടർ ഉണ്ടോ, അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. എന്നിട്ട് സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക്. ഇതിലെ ശരിക്കും നടന്ന് മടുക്കും. അയ്യോ ഞാൻ മടുത്തേ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോപ്പ് ഹോസ്റ്റൽസ്. നേരത്തെ ഇതിൻ്റെ പേര് ലോസ്റ്റ് എന്നായിരുന്നു. ഞാൻ 2 വർഷം മുമ്പേ 2022 ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ സീസൺ ആയി കഴിയുമ്പോഴത്തേക്കും ഹോസ്റ്റൽ നിറച്ച് ബുക്കിംഗ് ആവും. അതായത് 1200 1300 റേഞ്ചിലൊക്കെയാണ് ഇവിടെ ഡോർമെട്രിക്ക് റേറ്റ് വരുന്നത് സീസൺ ആയി കഴിയുമ്പോഴത്തേക്കും. പക്ഷേ ഞാൻ ഇന്നലെ ഈ ഹോസ്റ്റൽ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തത് വെറും 300 രൂപയ്ക്കാണ് ഒരു ദിവസത്തേക്ക്. GST ഉൾപ്പെടെ ഏകദേശം 760 എങ്ങാണ്ട് എനിക്ക് ബുക്കിംഗ് ആയിട്ടുള്ളൂ. കഫറ്റേരിയ ഉണ്ട്. ഇവിടെ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ടിബറ്റൻ ഫ്ലാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. ചേച്ചി എന്താ ഉള്ളത്? സ്മൂത്തി ഉണ്ടോ? യെസ്. ഒരു ബനാന പ്ലസ് ഡേറ്റ്സ് വരുമോ? ഒരു സ്മൂത്തി ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഗിറ്റാർ ഇരിപ്പുണ്ട്. കുറേ നാളെ ഗിറ്റാർ വെച്ചിട്ട്, പക്ഷേ ഇതിൻ്റെ സ്ട്രിങ് പൊട്ടിയിരിക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ആരില്ല, അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് പോകാം, ഡോർമെട്രിക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ എൻ്റെ ബനാന സ്മൂത്തി എത്തിയിരിക്കുകയാണ്. ബനാന പ്ലസ് ഡേറ്റ്സ് ആണ് ഓർഡർ ചെയ്തത്. കൊള്ളാം, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം, അടിപൊളി, സൂപ്പർ ആട്ടോ. ഞാനിവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കണം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനി പുറത്തേക്കൊന്ന് പോകണം. ഇർഫാൻ ഭായി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പുള്ളിക്ക് എന്തോ തിരക്കുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ അതുവരെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി സൺസെറ്റൊക്കെ കണ്ട് വെറുതെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വർക്കല ക്ലിഫിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സൗത്ത് എൻഡിലുള്ള ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ബ്ലാക്ക് സാൻഡ് ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബീച്ചിലെ മണൽത്തടികളെല്ലാം കറുത്ത നിറത്തിലുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ധാതുക്കൾ, മിനറൽസിൻ്റെ കണ്ടൻറ്റ് ഈ സാൻഡിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് കളർ കിട്ടുന്നതെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. ബ്ലാക്ക് സാൻഡ് ബീച്ചിലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ടേബിൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഈ കാണുന്ന ടേബിളൊക്കെ ആളുകൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് കടൽ ആസ്വദിക്കാനുള്ള ഒരു സ്ഥലം, ഒരു സ്പേസാണ്. ഇവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ.
വർക്കലയിലെ നോർത്ത് ക്ലിഫിനേക്കാൾ തികച്ചും പ്രകൃതി സൗന്ദര്യമേറിയ പ്രദേശമാണ് സൗത്ത് ക്ലിഫ്. തെങ്ങിൻ തോട്ടങ്ങളും അതുപോലെ തന്നെ നോർത്ത് ക്ലിഫിൻ്റെ തിരക്കും കച്ചവട ശബ്ദങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് സൗത്ത് ക്ലിഫിലുള്ളത്. മഴക്കാലമായതുകൊണ്ട് കടൽ നല്ല റഫാണ്. വർക്കലയിലെ ഈ ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ ഏരിയയാണ് സർഫിങ്ങിന് പറ്റിയ സ്ഥലം. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ സർഫിങ് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഇവിടെ ധാരാളം സർഫിംഗ് സ്കൂളുകളുമുണ്ട്. താല്പര്യമുള്ളവർക്ക് സർഫിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് സർഫിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ സർഫിങ് നടത്താം. നമുക്ക് ഇനിയും വേണമെങ്കിൽ അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നു പോകാം. അവിടെ എന്തൊക്കെയോ കഫേസും അതുപോലെ തന്നെ പാർട്ടീസൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. കണ്ടോ, ആളുകളൊക്കെ കടൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനവിടെ നിന്ന് കുറച്ച് നേരം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ നോർത്ത് ക്ലിഫിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഒരു കഫേ ഉണ്ട്, ബിൻഡൂസ് കഫേ. ഇതൊരു ഇറ്റാലിയൻ കഫേയാണ്. ഇറ്റാലിയൻ കോഫി കിട്ടും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്നൊരു മനുഷ്യനെ പോലും കാണാനില്ല. ഇവിടെ ഇഷ്ടം പോലെ കോട്ടേജുകളുണ്ട്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് വർക്കല തരുന്നുണ്ട്. ഇത് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റാണ്. നല്ല ഭംഗിയുണ്ട്. ഇവർ ഈ വിളക്ക് തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ നല്ലൊരു എസ്തെറ്റിക് വൈബ്. ഞാൻ ചായ കുടിച്ച് വന്നപ്പോഴത്തേക്കും ഡാർജിലിംഗ് കഫേയുടെ ആ ഒരു ലൈറ്റ് കിട്ടിയിട്ടുള്ള ഒരു ഫോം കണ്ടോ, നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇവിടെ എല്ലാം ഇരുട്ട് വരുന്നിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. കുഴപ്പമില്ല, ഞാനിവിടെ കയറിയിട്ടില്ല. നമുക്കിവിടെ കയറിയിട്ട് പതിയെ ഫുഡ് കഴിക്കാം. എന്താ കിട്ടുക നോക്കാം. മുകളിലിരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Can I sit upstairs? Yes. അവർ മുകളിൽ ഇരുന്നോളാൻ പറഞ്ഞു. മുകളിലേക്ക് വരുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ടേബിൾസൊക്കെ എം ടി ആണ്. നമുക്ക് അറ്റത്തുള്ളൊരു ടേബിളിൽ പോയിരിക്കാം. യെസ്, ഐ തിങ്ക് ഐ വിൽ സിറ്റ് ഹിയർ. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനം നോക്കണേ. അതായത് മാഷ് പൊട്ടറ്റോയും പിന്നെ വെജിറ്റബിൾ സാലഡും അതുപോലെ ഒരു ഓംലെറ്റും പറഞ്ഞു. മതി, നമുക്കത് വെച്ചിട്ട് വൈകിട്ടത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഫുഡ് വന്നു. ഞാൻ പറഞ്ഞ സാലഡും അതുപോലെ തന്നെ നമ്മുടെ ഓംലെറ്റ് അതുപോലെ തന്നെ മാഷ്ഡ് പൊട്ടറ്റോ. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകണം. എന്നിട്ട് റെസ്റ്റ് എടുക്കണം. ഈ സാലഡിനകത്ത് കുക്കുംബർ അതുപോലെ തന്നെ ടൊമാറ്റോ ഉണ്ട്, കുറച്ച് ചെറുപയറുണ്ട്, ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല സാലഡ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓംലെറ്റും അതുപോലെ മാഷ്ഡ് പൊട്ടാറ്റോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടായിരുന്നു എനിക്ക് തോന്നി. ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. രാത്രി ആയപ്പോഴത്തേക്കും അത്യാവശ്യം ആളുകൾ വന്നു തുടങ്ങി. നമ്മൾ ഹോസ്റ്റലിരിക്കുന്ന ഏരിയ ഒക്കെ അത്യാവശ്യം ആളുകളെ കൊണ്ട് കവറായി. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളെല്ലാം ഫുള്ളും ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നടന്നു വന്നപ്പോൾ കണ്ട റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഈ ലിറ്റിൽ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ. അതുപോലെ തന്നെ ഇവിടെ ടാറ്റു പാർലേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐ കുഡ് സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് കേരള. അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതലിവിടെ ടൂറിസ്റ്റുകൾ വരുന്നത്, എസ്പെഷ്യലി ഫ്രം തമിഴ്നാടു. അതായത് ഫോറിൻ ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയമാണ്. ഐ മീൻ ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് ഫോറിൻ ടൂറിസ്റ്റുകൾ വരിക. പക്ഷേ ഈ സമയം ഞാൻ വന്നപ്പോൾ കണ്ടത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. കുറച്ച് നടന്നു ചെന്നപ്പോഴത്തേക്കും ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. ഇവിടെ ലൈവ് മ്യൂസിക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഈ മ്യൂസിക് ആസ്വദിച്ചിരിക്കുന്ന കുറേ ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ടാറ്റു പാർലർ ഉണ്ട് കേട്ടോ. ഇവിടെ ടാറ്റു അടിക്കേണ്ടവർക്ക് ഇവിടെ ഒന്ന് അടിക്കാം. രാത്രിയിൽ വർക്കല ക്ലിഫിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. കേരളത്തിലെ ഒരു പാർട്ടി പ്ലേസ്. ഗോവ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ വർക്കലയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പാർട്ടി പ്ലേസ് കണക്കാക്കി വരുന്നത്.
അങ്ങനെ എൻ്റെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ കഫറ്റീരിയ അടച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഹോസ്റ്റൽ ലൈറ്റപ്പ് ചെയ്ത് നല്ലൊരു എസ്തെറ്റിക് വൈബാക്കി നിർത്തിയിട്ടുണ്ട്. ഈ തവണ വർക്കലയിൽ എത്തിയപ്പോൾ എനിക്ക് അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഇന്നലത്തെ യാത്രയുടെ ക്ഷീണവും അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു ചെറിയ ലേഷർ ട്രിപ്പ് പോലെയാണ് ഞാൻ വർക്കലയിലേക്ക് വന്നത്. അതായത് ഒന്ന് സ്ട്രെസ്സ് മാറ്റി 2 ദിവസം പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടെ വന്നതുകൊണ്ട് അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ എനിക്കും മടിയായിരുന്നു. തിരിച്ച് എൻ്റെ ഡോർമെട്രിയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ പുതിയ കുറേ ആളുകൾ വന്നു എന്ന് തോന്നുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഇർഫാൻ ബ്രോ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അദ്ദേഹത്തിന് എന്തോ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലിഫൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ടു, കുറച്ച് ഫുഡ് കഴിച്ചു, അത് മാത്രമേ ചെയ്തോളൂ. നാളെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നാളെ ഒരു ദിവസം കംപ്ലീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.